യെസ് ഗൈസ്, വി ആർ ദ ചാമ്പ്യൻസ്. നമ്മൾ ചെൽസി ചാമ്പ്യൻഷിപ്പ് അടിച്ചിരിക്കുകയാണ്. ക്ലബ് വേൾഡ് കപ്പിന്റെ ചാമ്പ്യൻഷിപ്പ് നമ്മൾ അടിച്ചിരിക്കുകയാണ്, കപ്പ് അടിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു ഗൂസ് ബംസ് കിട്ടുന്ന ഒരു മൊമെന്റ് ആണ്, വല്ലാത്തൊരു മൊമെന്റ് ആണ്. കാരണം എന്താ വെച്ചാല് ഒരൊറ്റ ആള് പോലും, ചെൽസി ഫാൻസ് അല്ലാത്ത ഒരൊറ്റ ആള് പോലും നമുക്കൊരു വിൻ പ്രോബബിലിറ്റി തന്നിരുന്നില്ല. എല്ലാവരും PSG ഡോമിനേറ്റ് ചെയ്യും, 5 ഗോളിന് ജയിക്കും, 6 ഗോളിന് ജയിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലാത്ത ഒരു 1 വീക്കായിട്ട് മീഡിയ, പ്രത്യേകിച്ചും ESPN പോലെയുള്ള മീഡിയാസും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഡൗൺ പ്ലേ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ കളിച്ച് ഫൈനലിൽ എത്തിയ ഒരു ടീമാണ്. ആ ഒരു ടീമിന് ഒരു മിനിമം റെസ്പെക്ട് കൊടുക്കുക എന്നുള്ള രീതിയുണ്ട്. അതില്ലാതെ നമ്മളെ ഡോമിനേറ്റ് ചെയ്യും, നമ്മളെ ക്രഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്താണെന്നുള്ളത് ഫൈനലിൽ നമ്മൾ കാണിച്ചു. വല്ലാത്തൊരു ഫീലാണ്. എന്താ വെച്ചാൽ ആ ഒരു മൊമെന്റ്, ആ കളി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ കളി നമ്മൾ കയ്യിലേക്ക് എടുത്തു. അവർ മിഡ്ഫീൽഡ് കംപ്ലീറ്റ് അവരെ അറ്റാക്കിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് അവരുടെ എല്ലാ ചാനലുകളും നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഗെയിമാണ് കളിച്ചിരുന്നത്. വല്ലാത്തൊരു ഗെയിം, ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ഗെയിം. വി ക്രാഷ് ദ ടീം, വി ക്രാഷ് PSG. അമേസിങ് ഗെയിം, വല്ലാത്തൊരു ഗെയിമാണ്. എന്താ പറയാ, ഒരു ചെൽസി എന്ന് പറയുന്നത് അണ്ടർഡോഗ്സ് ആയിട്ട് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ കപ്പടിച്ചിട്ടുണ്ട്. 2012 ചാമ്പ്യൻസ് ലീഗ് നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ നമ്മൾ ബയൺ മ്യൂണിക്കിനെ അവിടെ ചെന്നിട്ട് അവരുടെ ബാക്ക് യാർഡിലിട്ടാണ് തോപ്പിക്കുന്നത്. അന്നും ഇതേപോലെ നമ്മൾ അണ്ടർഡോഗ്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കപ്പടിക്കുന്നു. 2021 മാഞ്ചസ്റ്റർ സിറ്റിനെ തോപ്പിച്ച് നമ്മൾ വീണ്ടും ചാമ്പ്യൻസ് ലീഗ് അടിക്കുമ്പോഴും അന്നേരം നമ്മൾ അണ്ടർഡോഗ്സ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു, നമ്മുടെ ക്ലബിനെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട്, അതായത് ഞാൻ പറയുന്ന പണ്ഡിറ്റ്സും അതുപോലെ തന്നെ ഈ മീഡിയ ഒക്കെ ഇത്രത്തോളം മോശമായിട്ട് നമ്മുടെ ടീമിനെ പറ്റി, അതായത് നമ്മുടെ ക്വാളിറ്റിനെ പറ്റി അത്രത്തോളം സംശയം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ വല്ലാതെ എന്താ പറയാ, നമ്മൾ എല്ലാവരുടെ മുമ്പിൽ തകർന്നടിയും, അല്ലെങ്കിൽ PSG മുമ്പിൽ തകർന്നടിയും എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കപ്പടിച്ചു. വല്ലാത്തൊരു കളിയായിരുന്നു. തുടക്കം മുതൽ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്താണ് കളിച്ചത്. ആദ്യം തന്നെ ഗോൾ അടിക്കുമെന്ന് നമുക്ക് തോന്നി. കോൾ പാർമറിന്റെ ഒരു ചാൻസ് ജസ്റ്റ് പുറത്തുകൂടെ പോയി. പിന്നീട് നമ്മൾ ഡോമിനേറ്റ് ചെയ്തു കളി. സെക്കൻഡ് ഹാഫ് നമുക്ക് നമ്മുടെ ഗെയിം സ്ലോ ഡൗൺ ചെയ്യാനും ഏത് രീതിയിൽ കളിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോളുകളും സ്കോർ ചെയ്തുകൊണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് ഈ പറഞ്ഞ പോലെ ചില മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ കൗണ്ടർ അറ്റാക്കിംഗ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും കളി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലായിരുന്നു കംപ്ലീറ്റ്ലി. അപ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ബ്ലൂ ഇസ് ദ കളർ ആൻഡ് ഫുട്ബോൾ ഇസ് ദ ഗെയിം. ചെൽസി, അങ്ങനെ നമ്മൾ ചെൽസി കപ്പടിച്ചിരിക്കുകയാണ്. ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ അടിച്ചിട്ടുണ്ട്, സെക്കൻഡ് ടൈമാണ്. പക്ഷെ അന്ന് ഇത്രത്തോളം ഒരു വലിയൊരു ടൂർണമെന്റ് ആയിരുന്നില്ല. ഇപ്പൊ ഇത് വലിയൊരു ഫോർമാറ്റിലുള്ള ഒരു ബിഗ് ടൂർണമെന്റ് ആയിട്ട് മാറി. അപ്പോൾ എല്ലാ വിമർശകർക്കും, എല്ലാ എതിരാളികൾക്കും വലിയൊരു മെസ്സേജ് ആണ് ചെൽസി ഈ ഗെയിമിലൂടെ കൊടുത്തത്. PSG ആയിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ്സ്. PSG ഒരിക്കലും ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആൾക്കാരെ സംബന്ധിച്ച്, ഞാൻ പറഞ്ഞ നോർമൽ വ്യൂവേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് PSG ഗെയിം നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം എത്രത്തോളം നന്നായിട്ടാണ് അവർ കളിക്കുന്നത്, എത്രത്തോളം ഡോമിനേറ്റിംഗ് ആയിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ഈ മീഡിയ, ഈ ഫുട്ബോൾ അറിയുന്ന ആൾക്കാർ, പണ്ഡിറ്റ്സ്, അവർ അല്പമെങ്കിലും ഈ പറയുന്ന ചെൽസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അല്പം ഒരു വില കൊടുത്ത് സംസാരിക്കുന്നത് ഞാൻ എവിടെയും കേട്ടില്ല കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട്. അപ്പൊ അത് നമ്മൾ കളി എന്ന് പറയുന്നത് കളിക്കളത്തിലാണ് കാണിക്കേണ്ടത്. കടലാസിലുള്ള എഴുത്തുകുത്തുകളൊന്നും ഒരു കാര്യവുമില്ല. എത്ര വലിയ ടീമാണെങ്കിലും എത്ര വലിയ പ്ലേയേഴ്സ് ആണെങ്കിലും പേപ്പറിൽ എഴുതുന്നതല്ല, കളിക്കളത്തിൽ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ്. കോൾ പാൾമർ, വാവ്, ആബ്സല്യൂട്ട് ബീസ്റ്റ്. 2 ഗോളും 1 അസിസ്റ്റും, എന്ത് രസമായിട്ടാണ് കളിക്കുന്നത്. അതുപോലെ ജാവോ പെഡ്രോ സൈൻ ചെയ്തിട്ട് 1 വീക്ക് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യൻ ആയിരിക്കാണ് പുള്ളി. ആ കപ്പ് കയ്യിൽ ഹോൾഡ് ചെയ്യാണ്. ആ ഫിനിഷ് എന്ത് രസമുള്ള ഫിനിഷ് ആയിരുന്നു. ആ ഫ്ലിക്ക് ചെയ്ത് ഗോൾ കീപ്പറുടെ മുകളിലൂടെയുള്ള ഫിനിഷ്. ഈ മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. ഇന്നത്തെ ദിവസം എന്താ പറയാ, സന്തോഷം കൊണ്ട് എന്താ പറയാ, വല്ലാത്തൊരു സന്തോഷമാണ്. മനസ്സിങ്ങനെ നിറയുകയാണ് സന്തോഷം കൊണ്ട്. അപ്പോ ഈ മൊമെന്റ്സ് കാണാൻ പറ്റിയത് വീണ്ടും ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്ന 2012 മൊമെന്റ്സ്, ഗൂസ് ബംസ് തരുന്ന മൊമെന്റ്സ്, 2021 വീണ്ടും ചാമ്പ്യൻസ് ലീഗ് അടിക്കുമ്പോൾ കിട്ടിയ ആ ഒരു മൊമെന്റ്, സിമിലർ മൊമെന്റ് ആണ് ഈ ക്ലബ് വേൾഡ് കപ്പ് ഇപ്രാവശ്യം അടിക്കുമ്പോൾ ഉള്ളത്. പല ആൾക്കാരും പറയും ഇത് എന്താ പറയാ, ക്ലബ് വേൾഡ് കപ്പ് അതാണ് ഇതാണ്. പക്ഷെ ഇതൊന്നും ഈസി അല്ല. ഒരു കപ്പ് അടിക്കുന്നത് ഈസി അല്ല. അത്രത്തോളം എഫേർട്ട് ഇട്ടാണ് ടീം. ഒരൊറ്റ പ്ലെയർ പോലും നമുക്ക് ഇന്നത്തെ കളിയിൽ കുറ്റം പറയാനില്ല. എല്ലാവരും അവരുടെ 101% ഇട്ടാണ് കളിച്ചത്. മരണക്കളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മരിച്ചു കളിക്കുക, ടീമിന് വേണ്ടി മരിച്ച് ചത്ത് കളിക്കുക. കസീഡോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത്, ഒന്നും പറയാനില്ല. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിക്കുന്നത്. ആ സെൻട്രൽ മിഡ്ഫീൽഡ് ഏരിയ പുള്ളി കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തു. വിറ്റിഞ്ഞ, ജാവാസ്, അതുപോലെ തന്നെ ഫാബിയൻ റൂയിസ്, ഇവരെയൊന്നും തൊടിയിക്കുന്നില്ല ബോൾ. എല്ലാവരും ഒന്നിച്ച് കളിച്ചു. നമ്മുടെ സ്ട്രൈക്കേഴ്സ് പോലും, ആ 3 പേര് സ്ട്രൈക്കേഴ്സ് ഇൻ ദ സെൻസ് ഫോർവേഡ്സ്, 3 ഫോർവേഡ്സ്, 4-3-3 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ 3 ഫോർവേഡ്സും മിഡിലേക്ക് വന്നിട്ട് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഒരു 6 പോലെ ആക്ട് ചെയ്ത്, അതായത് ക്ലോസ് ഡൗൺ ചെയ്യാണ് കംപ്ലീറ്റ് മിഡിൽ.
അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചത്. അതുപോലെ തന്നെ റോബർട്ട് സാഞ്ചസിനെ എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ സേവ്സ്, എന്ത് മനോഹരമായിട്ടുള്ള സേവ്സ് ആണ് പുള്ളി പുൾ ഓഫ് ചെയ്തത്. ഒരുപാട് കുറ്റങ്ങൾ എല്ലാവരും റോബർട്ട് സാഞ്ചസിനെ പറ്റി ഞാനും പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ പോലും ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഗെയിം എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് വണ്ടർഫുൾ ഗെയിം ആയിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ചെൽസി ഫാൻസിന് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. നമുക്ക് എല്ലാവർക്കും ഈ മൊമെന്റ്സ് എൻജോയ് ചെയ്യാം. സെയിം ടൈമിൽ എന്താ പറയാ, വിമർശകർക്ക് ഒരു മറുപടിയാണ് നമ്മൾ കൊടുത്തത്. PSG പോലെയുള്ള ഒരു ടീമിനെ ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ അവരെ തകർത്തുകൊണ്ട് നമ്മൾ കപ്പടിച്ചിരിക്കുകയാണ്. അപ്പോ ഈ മൊമെന്റ്സ് ഒരു വല്ലാത്ത മൊമെന്റ് ആണ്. Chelsea, yes, we are the champions, Club World Cup champions, Chelsea, yes.